എറണാകുളത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. പറവൂർ SNGIST കോളേജിലെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കോളേജ് മാനേജ്മെന്റ് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വായ്പയെടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യാനെത്തിയത്. ഔദ്യോഗികമായി തീരുമാനം അറിയിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ രക്ഷിതാക്കൾ. ഗേറ്റ് ചാടിക്കടന്ന KSU പ്രവർത്തകൻ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലി അക്ബർ ഷാ ചേരുന്നു വിവരങ്ങളുമായി. അലി, ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും, പക്ഷേ നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? വിനിത, ഇന്ന് രാവിലെയായിരുന്നു മാഞ്ഞാലിയിലെ SNGST കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇത്തരത്തിലൊരു ജപ്തി നടപടിക്കായി കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ എത്തിയത്. ഇത് 3ാം തവണയാണ് ഈ കോളേജ് ജപ്തി ഭീഷണി നേരിടുന്നത്. 2014 മുതലുള്ള വിഷയമാണ്. ഏകദേശം 4 കോടിയോളം രൂപയാണ് കോട്ടക് മഹീന്ദ്രയിൽ നിന്നും ഈ കോളേജ് ലോണായി എടുത്തിരുന്നത്. പിന്നീട് പലതവണ മാനേജ്മെന്റുകൾ കോളേജിൽ മാറി മാറി വന്നു. അതിന്റെ ഈ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലിശ ഉൾപ്പെടെ ഏകദേശം 18 കോടിയോളം രൂപ ഈ ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ജപ്തി നടപടിയുമായി ഉദ്യോഗസ്ഥർ ക്യാമ്പസിനകത്തേക്ക് എത്തിയത്. ആ ഘട്ടത്തിലാണ് രക്ഷിതാക്കൾ ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയത്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പഠനം തുടരുന്നതിനിടയിൽ ക്യാമ്പസ് ജപ്തി ഭീഷണി നേരിടുന്നതിൽ വലിയ പ്രതിഷേധം ഉൾപ്പെടെയുണ്ടായി. അതിനുശേഷം ബാങ്ക് ഉദ്യോഗസ്ഥരും കോളേജ് മാനേജ്മെന്റും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ഏത് നിലയിലാകും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക എന്ന ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലും ബാങ്ക് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ കോളേജിന്റെ മാനേജ്മെന്റോ ഔദ്യോഗികമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ PTA ഭാരവാഹികൾ അവർക്ക് അറിഞ്ഞ വിവരം അനുസരിച്ച് നമ്മളെ അറിയിച്ച വിവരം അടുത്ത ജനുവരി 31 വരെ, വരുന്ന ജനുവരി 31 വരെ ജപ്തി നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കും. അതുവരെ വീണ്ടും ഒരു സാവകാശം ക്യാമ്പസിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഈ യോഗത്തിൽ ഈ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിടയിലാണ് KSU പ്രവർത്തകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് ക്യാമ്പസിന്റെ മതിൽ ചാടിക്കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ KSU എറണാകുളം ജില്ലാ സെക്രട്ടറി ഹുസൈനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും രക്ഷിതാക്കൾ ക്യാമ്പസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ യോഗത്തിലെ തീരുമാനം ഔദ്യോഗികമായി ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭിച്ച ശേഷം മാത്രമേ ഇപ്പോൾ നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന രക്ഷിതാക്കളും പിരിഞ്ഞു പോവുകയുള്ളൂ. എഞ്ചിനീയറിംഗ് കോളേജാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു ഭീഷണി നേരിടുന്നത്. ഏകദേശം 400-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ്. ഇപ്പോൾ എക്സാം നടക്കുന്ന സാഹചര്യം കൂടിയാണ്. വിദ്യാർത്ഥികൾ നേരത്തെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ വാങ്ങാനായി ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ പോലീസ് അവരെ കൂടി തടയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പ്രതിഷേധത്തിന് ശേഷമാണ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കോളേജിനകത്തേക്ക് കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷിതാക്കൾ ക്യാമ്പസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസിന്റെ വലിയ കാവലിലാണ് ഇപ്പോൾ ക്യാമ്പസ് ഉള്ളത്. ഇനി ഒരു ഔദ്യോഗിക വിശദീകരണം വന്നതിന് ശേഷം മാത്രമാകും നിലവിൽ ക്യാമ്പസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന രക്ഷിതാക്കളും പിരിഞ്ഞു പോവുകയുള്ളൂ. വിനീത, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. പറവൂർ SNGIST കോളേജിലെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അലി റിപ്പോർട്ട് ചെയ്തു.